അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ പരീക്ഷാ തീയതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. അപ്പോൾ അതിന്റെ പരീക്ഷാ തീയതി 8/6/2025 പരീക്ഷ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ജൂൺ മാസം 8-ാം തീയതി 2025, അതായത് അടുത്ത മാസം 8-ാം തീയതിയാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ, അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റാങ്ക് ഫയലാണ്. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാകും. കഴിഞ്ഞ തവണ റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ട് റാങ്ക് ഫയൽ പഠിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് വരികയും ജോലി ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഇനി ഒരു 15 ദിവസം കൂടി മാത്രമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ആ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ 15 ദിവസം കൊണ്ട് നമ്മൾ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു കുറുക്കു വഴിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ റാങ്ക് വാങ്ങാനുള്ള ഒരു പഠന രീതിയാണ് മുമ്പോട്ട് അവലംബിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തിയറി പാർട്ടുകളൊന്നും പഠിക്കാതെ കൂടുതലായിട്ടും നമ്മൾ സിലബസിനുള്ളിൽ നിന്നുള്ള ഒരു പഠന രീതിയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മോഡൽ എക്സാമുകളും കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈക്കോർട്ട് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുകയുണ്ടായി, ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് ഏകദേശം ജോലി ഉറപ്പിക്കാം, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധ്യത എത്ര മാർക്ക് കിട്ടിയാലാണ് എന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ 2021 നടന്ന ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് 55.5 കട്ട് ഓഫ് മാർക്ക് വന്നതെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ PSC നടത്തിയ പരീക്ഷകൾക്കെല്ലാം തന്നെ കട്ട് ഓഫ് മാർക്ക് വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ യൂണിവേഴ്സിറ്റീസ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആണ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വന്നിട്ടുള്ളത്? 63 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ തയ്യാറായി എന്നുള്ള ഒരു ലെവലിലേക്ക്, ടോപ്പ് ലെവലിലേക്ക് ഉദ്യോഗാർത്ഥികളെല്ലാം എത്തിയതിന്റെ ഫലമായിട്ട് ധാരാളം മത്സരം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് നടക്കുന്നത്. ആ സാഹചര്യത്തിൽ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണമെന്നുള്ളതാണ് ഓരോ ഉദ്യോഗാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം 55.5 ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വന്നതെങ്കിൽ ഇപ്രാവശ്യം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നമ്മൾ ഇപ്പോൾ കമ്പയർ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി ഒക്കെയുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് 63ഓളമാണ് കട്ട് ഓഫ് മാർക്ക് വന്നുള്ളത്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും കൂടാനാണ് അപ്പോൾ നമുക്ക് സാധ്യത. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം പഠനം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഏറ്റവും ടോപ്പ് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പരിശ്രമിക്കണം. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ആണെങ്കിലും 50 മാർക്ക് ഉണ്ട്. കമ്പ്യൂട്ടറിന്റെ അതുപോലെ തന്നെ GK, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ടോപ്പ് മാർക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും റാങ്ക് ഫയൽ വാങ്ങാനുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ റാങ്ക് ഫയൽ വാങ്ങി ഉടൻ തന്നെ പഠനം ആരംഭിക്കേണ്ടതാണ്. അവസാനത്തിലേക്ക് മാറ്റി വെക്കരുത്. എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠനം നടത്തേണ്ടതാണ്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം തന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം തന്നെ ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തുടർച്ചയായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം. എല്ലാവരും കൃത്യമായിട്ട് തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ കാണണം. പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങളെല്ലാം പഴയ ക്ലാസ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒരു കൂട്ടായ ഒത്തൊരുമയോട് കൂടിയുള്ള ഒരു പ്രവർത്തനം നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നടത്താം. എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനും എല്ലാവർക്കും ടോപ്പ് റാങ്ക് വാങ്ങാനും എല്ലാവർക്കും ജോലി ലഭിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് ഓർമ്മ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.